നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലെ പുതിയ നിയമം മലയാളികളെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള പരസ്പര ആലിംഗനവും ഹസ്തദാനവും വിലക്കിയിരിക്കുകയാണ് ബ്രിട്ടനിലെ സ്കൂൾ. ചെംസ്ഫോർഡിലെ ഹൈലാൻഡ് സ്കൂളാണ് വിചിത്രമായ ഈ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾ യാതൊരു വിധത്തിലും പരസ്പരം ശരീരത്തിൽ സ്പർശിക്കരുത് എന്നാണ് കർശന നിർദ്ദേശം. രക്ഷിതാക്കൾക്ക് അയച്ച കത്തിലാണ് സ്കൂൾ അധികൃതരുടെ നിർദ്ദേശം. കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനം എടുത്തതത്രേ. ആലിംഗനം, ഹസ്തദാനം, മർദ്ദനം തുടങ്ങിയ ശാരീരിക സമ്പർക്കം സ്കൂളിനകത്ത് വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് രക്ഷിതാക്കൾക്ക് അയച്ച കത്തിൽ സ്കൂൾ അധികൃതർ പറയുന്നത്. കുട്ടികളിൽ യഥാർത്ഥ സൗഹൃദം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും അതിനാൽ സ്കൂളിനകത്ത് പ്രണയബന്ധങ്ങൾ അനുവദിക്കില്ല എന്നും കത്തിൽ പറയുന്നു. എന്നാൽ സ്കൂളിന് പുറത്ത് രക്ഷിതാക്കളുടെ സമ്മതത്തോടെ ഇത്തരം ബന്ധങ്ങൾ ആകാമെന്നും കത്തിൽ പറയുന്നുണ്ട്. സ്കൂളിനുള്ളിൽ സമ്മതത്തോടെയോ അല്ലാതെയോ നിങ്ങളുടെ കുട്ടി ആരെയെങ്കിലും സ്പർശിച്ചാൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം. ഒരുപക്ഷെ ഇത് അനുചിതമായ സ്പർശനത്തിനോ മറ്റൊരാളിൽ അസ്വസ്ഥതയ്ക്കോ പരിക്കിനോ പോലും വഴിവെച്ചേക്കാമെന്നും കത്തിൽ വിശദീകരിക്കുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ സമയം കഴിയുന്നതുവരെ സുരക്ഷിതരായി പൂട്ടിയിടുമെന്നും സ്കൂളിലെ പ്രധാന അധ്യാപിക രക്ഷിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബ്രിട്ടനിലെ സ്കൂളുകളിൽ നിന്ന് ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് സ്കൂളുകൾ ഇത്തരം നിയമം നടപ്പിലാക്കാൻ നിർബന്ധിതരാകുന്നത്. ഉന്നത പഠന നിലവാരമുള്ള സ്കൂളുകളെക്കുറിച്ച് അഭിമാനം കൊണ്ടിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ലൈംഗികാതിക്രമ വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നതും. സ്കൂളുകളിലെ ലൈംഗിക പീഡന ആരോപണങ്ങൾ സംബന്ധിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ ഓഫ് സ്റ്റഡീസിനോട് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് സ്കൂളുകളിലെ സുരക്ഷ സംബന്ധിച്ചാണ് എഡ്യൂക്കേഷൻ വാച്ച്ഡോഗ് പരിശോധിക്കുന്നത്. വിദ്യാർത്ഥികൾ അതിക്രമം നേരിടുമ്പോൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന സുരക്ഷിതമായ സമ്പ്രദായം ഉറപ്പാക്കാനും ഓഫ്സ്റ്റഡ് ശ്രമിക്കും. പീഡനങ്ങൾ എത്രത്തോളം ആഴത്തിലും കടുപ്പമേറിയതുമാണെന്ന് പരിശോധിക്കണമെന്നും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എവരിവൺസ് ഇൻവൈറ്റഡ് എന്ന വെബ്സൈറ്റിലാണ് ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ച് 10,000-ലേറെ പേർ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഒറ്റപ്പെടുത്തൽ, അതിക്രമം, ചൂഷണം, അക്രമം തുടങ്ങിയ അനുഭവങ്ങൾ പേര് വെളിപ്പെടുത്താതെ രേഖപ്പെടുത്താൻ ഈ വെബ്സൈറ്റ് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകി. എറ്റൺ കോളേജ്, ഹാംപ്ടൺ, ചാർട്ടർ ഹൌസ് തുടങ്ങി വമ്പൻ പബ്ലിക് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ഇരകളായെന്നാണ് വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഗാവിൻ വില്യംസൺ വ്യക്തമാക്കി. സ്കൂളുകൾ ഇതിൽ കുടുങ്ങിയാൽ നടപടി നേരിടേണ്ടി വരും. അതേസമയം സ്കൂളിന്റെ കർക്കശമായ നിർദ്ദേശത്തെ രൂക്ഷമായി വിമർശിച്ച് രക്ഷിതാക്കളും നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം രക്ഷിതാക്കളും കുട്ടികളും തങ്ങളുടെ നടപടിയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. നടപടി വിദ്യാർത്ഥികൾക്കിടയിൽ പരസ്പര ബഹുമാനവും ജനിപ്പിക്കുകയും ഭാവിയിൽ ഏതൊരു തൊഴിലുടമയും പ്രതീക്ഷിക്കുന്നത് പോലെ പ്രൊഫഷണലായി മാറാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമെന്നുമാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.